പണ്ഡിതന്മാർ നിരന്തരമായി സമൂഹത്തെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ. നമ്മുടെ കേരളത്തിൽ തന്നെ പല ഭാഗത്തും നടക്കുന്ന ആണ്ട് നേർച്ചകൾ തീർത്തും അനിസ്ലാമികതയിൽ മുങ്ങി നിൽക്കുകയാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഈ പെൺകുട്ടി പറയുന്ന ഈ സംസാരം. പഴയ ലക്കിടി സയ്യിദ് മുഹമ്മദ് മൗലാന കാട്ടിൽ തങ്ങൾ ഔലിയയുടെ ആണ്ട് നേർച്ചയുടെ ഭാഗമായി ടീം IBM ക്രിയേഷൻസ് അണിയിച്ചൊരുക്കുന്ന മ്യൂസിക് പ്രോഗ്രാമിൽ ഞാനും വരുന്നുണ്ട് കുറച്ച് നല്ല പാട്ടുകളുമായി. ലക്കിടി ഗേറ്റ് നേർച്ചാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രോഗ്രാം വൻ വിജയമാക്കി തീർക്കാൻ നിങ്ങൾ എല്ലാവരെയും സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രോഗ്രാം അടിപൊളിയാക്കാം. ആണ്ട് നേർച്ചയുടെ പേരിൽ ഗാനമേള നടത്തുക, അതും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മഖ്ബറുകൾക്ക് മുമ്പിൽ അവരൊക്കെ കണ്ണിൻ്റെ ഇമ വെട്ടാതെ ഈ ദീനിന് വേണ്ടി ഉറക്കമൊഴിച്ചവരാണ്. മഹാനായ കാഞ്ഞിരമുറ്റം ഫരീദ് ഔലിയ എന്നവർ സുജൂദിൽ കടന്നിട്ടാണ് മരിച്ചു പോകുന്നത്. അവരൊക്കെ ജീവിച്ച ജീവിതം എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ വിരുദ്ധമായ കാര്യങ്ങളെ കാണുക പോലും അവർക്ക് സാധ്യമല്ല. അത്തരം കാര്യങ്ങളാണ് ഇന്ന് മഖ്ബറുകൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് ചില കച്ചവട ലോബികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവും അവൻ്റെ റസൂലും ഇഷ്ടപ്പെടാത്ത ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ആഖിറത്തിൽ ഒരു നിലക്കും രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. പ്രിയപ്പെട്ടവരെ, ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ ഒരാണ്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു വർഷത്തിൽ നടക്കുന്ന ആ വലിയിനെക്കുറിച്ചുള്ള അനുസ്മരണമാണ്. അതിനെന്തൊക്കെ പറ്റും? ആ വലിയിൻ്റെ മദ്ഹ് പറയാം, ആ വലിയിന് വേണ്ടി ഭക്ഷണ വിതരണം നടത്താം, അതുപോലെ തന്നെ അവരിഷ്ടപ്പെടുന്ന ദീനിയായ കാര്യങ്ങളെ സജീവമാക്കി നിലനിർത്താം, അതിൻ്റെ വയലു പരമ്പരകൾ വെക്കാം, അവിടെ മൗലിദുകൾ നടത്താം, അതുപോലെ തന്നെ അവരെ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥനകൾ നടത്താം. ഈ സുഹൃതങ്ങളല്ലാതെ മറ്റൊന്നും ആണ്ട് നേർച്ചയുടെ പേരിൽ നടത്തുന്നത് ആ മഖ്ബറയിൽ കിടക്കുന്ന മഹാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അള്ളാഹും അവൻ്റെ റസൂലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നത് തിരിച്ചറിഞ്ഞ് അതിന് പണം കൊടുക്കുന്നവർ, അതിനെ സഹായിക്കുന്നവർ, അതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എല്ലാവരും അതിൽ നിന്ന് പിന്മാറണമെന്ന് നിരന്തരമായ നമ്മുടെ പണ്ഡിതന്മാരുടെ വാക്കുകൾ നിങ്ങൾ ഇനിയും ധിക്കരിച്ചാൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങുമെന്നത് നമ്മൾ പേടിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. നമ്മൾ അള്ളാഹു പറഞ്ഞ റൂട്ടിൽ നിൽക്കണം, ഔലിയാക്കളെ സ്നേഹിക്കണം, അവരെ അനുസ്മരിക്കണം, അവരുടെ മദ്ഹുകൾ പറയണം, അവരുടെ ആണ്ട് നേർച്ചകൾ നടത്തണം. ഇതൊക്കെ നടത്തുമ്പോഴും അതെല്ലാം ഇസ്ലാമികമായിരിക്കണം. അതേസമയം മൊത്തത്തിൽ കാടടച്ച് വെടിവെക്കുന്ന ഇതിനെ തള്ളിപ്പറയുന്നവരുടെ വിഭാഗത്തിലും പെടാൻ പാടില്ല. അള്ളാഹു ഖൈറുകൾക്ക് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.